Hello friends, welcome to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ബിരിയാണിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടും വളരെ സിമ്പിൾ ആയിട്ടും എങ്ങനെയാണ് ബീഫ് ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് സവാള ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനൊരു കുക്കറിലാണ് സവാള വറുത്തെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 3 സവാള നീളനെ അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി അതിൽ നിന്നും ഒരു പകുതി മാത്രം നമ്മൾ എടുത്ത് എണ്ണ വാർത്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ ബിരിയാണിയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു പകുതി സവാള വറുത്തത് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സവാള അതിൽ തന്നെ ഇട്ടിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി അരച്ചതും 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരച്ചത് 3 പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇത്ര ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ ആ ഒരു പച്ചക്കുത്തൊക്കെ മാറുന്നത് വരെ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കണം. അങ്ങനെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ആ പച്ചക്കുത്തൊക്കെ മാറി ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയും പൊടികൾ ചേർത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് പൊടികളെല്ലാം നന്നായി മൂത്ത് വരണം. പൊടികൾ മൂത്തതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തതും ഒരു പകുതി ചെറുനാരങ്ങ നീരും ചേർത്ത് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. 1 മിനിറ്റ് അതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഇറച്ചി നമുക്ക് അതായത് ബീഫ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 1 കിലോ ബീഫാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് മുഴുവൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് വിസിലിട്ട് ഒരു 5 or 6 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ബീഫ് അവിടെ ഇരുന്നിട്ട് വെന്ത് വരട്ടെ, ഒരു 6 വിസിലാവട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് ബിരിയാണി റെഡിയാക്കാം കേട്ടോ. അതിന് വേണ്ടി ഒരു കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക ആദ്യം തന്നെ. പിന്നെ വേണ്ടത് തക്കോലം, ബേ ലീഫ്, ഒരു ചെറിയ പീസ് പട്ട, ഗ്രാമ്പു, ഏലക്കായ, കുരുമുളക്, പിന്നെ കുറച്ച് പെരിഞ്ജീരകം ഇത്ര ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം, ഒന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള വെള്ളം വാർത്തിയെടുത്തിട്ടുള്ള നമ്മുടെ ബസ്മതി റൈസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ 2 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇനി അതൊന്ന് 1 മിനിറ്റ് നമുക്കിതിലൊന്ന് വറുത്തെടുക്കണം നെയ്യിൽ. പിന്നെ അതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം അതിലേക്ക് 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ 4 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഏത് റൈസാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ വേവിനനുസരിച്ചിട്ടുള്ള ഇതിപ്പോൾ ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ ടിബാർ എന്ന് പറഞ്ഞിട്ടുള്ള ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 1 കപ്പിന് 2 കപ്പ് വെള്ളം വെച്ചിട്ട് 2 കപ്പിന് 4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ ഒരു പൊടി ഉപ്പ് കൂടുതൽ നിൽക്കണം, എന്നാൽ മാത്രമാണ് തിളച്ച് വരുമ്പോൾ റൈസിൽ ഉപ്പിൻ്റെ അളവ് കറക്റ്റായി വരുള്ളൂ കേട്ടോ. അതിനുശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ റൈസ് കുക്കാവുന്ന നേരം കൊണ്ട് നമ്മുടെ ബീഫ് റെഡിയായി വന്നിട്ടുണ്ട്. 6 വിസിലൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ പ്രഷറൊക്കെ കളഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ബീഫിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി അത്യാവശ്യം നന്നായി ചാറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു 1 കിലോ ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മുഴുവനും ഞാൻ ബിരിയാണി ആക്കാൻ എടുക്കുന്നില്ല. അപ്പോൾ കുറച്ച് ചാറും ബീഫും ഞാൻ കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള ബീഫ് ആ ചാറിലൊന്ന് കുറച്ച് നേരം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചാറൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മുടെ ബീഫ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഒരു 6 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ റൈസിലത്തെ വെള്ളമൊക്കെ ഒരുവിധം വറ്റി. ഇനി നമുക്ക് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ചു വെച്ച് ഒരു 4 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റൈസും റെഡിയായി വരും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കറക്റ്റ് 10 മിനിറ്റാണ് നമുക്ക് റൈസ് വെന്ത് വരാനുള്ള ടൈം എന്ന് പറയുന്നത് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ബിരിയാണി റൈസ് ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് ദം ഇടാം. അപ്പോൾ ദം ഇട്ട് കൊടുക്കാനായിട്ട് നമ്മുടെ കുക്കറിലാണ് ഞാൻ ദം ഇടുന്നത്. അപ്പോൾ അതിൽ നിന്നും കുറച്ച് ബീഫ് എടുത്തൊരു പാത്രത്തിൽ മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ളത് ആ കുക്കറിൻ്റെ അടിഭാഗത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന് മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബസ്മതി റൈസ് ഒരു ലെയർ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് മീതെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ബീഫ് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് വറുത്ത് വെച്ചിട്ടുള്ള സവാള, കുറച്ച് കറിവേപ്പിലയ്ക്ക് പകരം നിങ്ങൾക്ക് മല്ലിയിലയോ പുതിനയിലയോ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ലെയർ വീണ്ടും ചോറിട്ട് കൊടുക്കുക, റൈസ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കളറിന് വേണ്ടി ഞാൻ കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, അത് നിർബന്ധമില്ല കേട്ടോ. പിന്നെ അതിന് മുകളിൽ കുറച്ച് കറിവേപ്പില, വറുത്ത സവാള, കാഷ്നട്ട്, മുന്തിരി ഇതൊക്കെ ഇട്ട് കൊടുക്കുക.
ഇനി നമുക്ക് കുക്കറിൻ്റെ വെയിറ്റ് ഇടാതെ മൂടി അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ചൂടാക്കിയെടുക്കാം. ഇത്രയായി കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് ബിരിയാണി ഇവിടെ റെഡിയായി. ബീഫ് ദം ബിരിയാണി ഇവിടെ റെഡിയായി. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ ഇത്. ചോറൊന്നും ഒട്ടിപ്പിടിക്കാതെ കറക്റ്റ് വേവാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.